മുഖത്ത് നോക്കി സത്യം പറയുന്നവരെ നാം വെറുക്കും, എന്നാൽ ഒളിഞ്ഞിരുന്ന് കുറ്റം പറയുന്നവരെ നാം സ്നേഹിക്കും. അതാണ് ലോകം. അവസാനിച്ചു പോയ ചില ബന്ധങ്ങളെ പറഞ്ഞു തിരുത്തി തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതും ചുരുട്ടിയെറിഞ്ഞ കടലാസ് പോലെയാണ്. എത്ര നന്നായി നിവർത്താൻ ശ്രമിച്ചാലും ചുളിവുകൾ അവിടെ തന്നെ ഉണ്ടാകും. ഇന്നത്തെ സന്തോഷങ്ങൾ ഇന്ന് അനുഭവിക്കാത്ത നാളേക്ക് മാറ്റിവെക്കരുത്. കാരണം ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നാളെ എന്നത് ഒരു വിശ്വാസമാണ്. മനസ്സിനെ മുറിവാക്കുന്ന ആയുധവും വാക്കാണ്. മുറിവേറ്റ മനസ്സിനെ സുഖപ്പെടുത്തുന്ന മരുന്നും വാക്കാണ്. ബുദ്ധിയുള്ളവർ ആരെയും കുറ്റപ്പെടുത്താതെ തെറ്റിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് കുതിക്കുന്നു. ശരാശരി ആളുകൾ സ്വന്തം അനുഭവങ്ങളിൽ നിന്നും വിഡ്ഢികൾക്ക് എല്ലാത്തിനും ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. വെല്ലുവിളികൾക്ക് മുന്നിൽ പകച്ചു നിന്ന് എനിക്കതിന് കഴിയില്ല എന്ന് വിധി എഴുതി പിൻവാങ്ങുന്നത് വിഡ്ഢിത്തമാണ്. ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും. അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നത് വരെ നമ്മൾ കാത്തിരിക്കരുത്. എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. കുറ്റപ്പെടുത്തി കണ്ണു നിറയ്ക്കുന്നതല്ല, കൂടെ നിർത്തി കണ്ണീർ തുടയ്ക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. തോൽവിയിൽ തുടരുന്നവരല്ല, തോൽവിയിൽ നിന്നും വീണ്ടും തുടരുന്നവരാണ് ചരിത്രമായിട്ടുള്ളത്. ഉണ്ണുന്ന ഭക്ഷണത്തിന്റെ മേൽമയോ ഉടുക്കുന്ന വസ്ത്രത്തിന്റെ വിലയോ ഉറങ്ങുന്ന വീടിന്റെ വലിപ്പമോ അല്ല, സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്നതിലാണ് ജീവിത വിജയം. ഓരോ വ്യക്തിയും നിങ്ങളോട് പെരുമാറുന്ന രീതിയിൽ ഒരു സന്ദേശമുണ്ട്. അത് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുക്കരുത് എന്ന് മാത്രം. മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശ്രുതി ഗൗനിക്കേണ്ടതില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ആർക്കും ജീവിക്കാൻ കഴിയില്ല. വെറുപ്പിനെ ഒരിക്കലും വെറുപ്പ് കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ സ്നേഹത്താൽ വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയും. കണ്ണിൽ കണ്ട കാഴ്ചകളും കാതിൽ കേട്ട വാക്കുകളും മറന്നേക്കാം. പക്ഷെ കണ്ണു നിറച്ചവരെയും കണ്ണീർ തുടച്ചവരെയും ഒരിക്കലും മറക്കരുത്. അറിവ് കാമധേനുവിനെ പോലെ സ്ഥിരമായി ഫലം നൽകിക്കൊണ്ടേയിരിക്കും. അത് അദൃശ്യമായ നിധിയാണ്. നിങ്ങളിൽ ഈ 3 കാര്യങ്ങൾ കാണാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ പുഞ്ചിരിക്ക് പിന്നിലെ സങ്കടം, നിങ്ങളുടെ കോപത്തിന് പിന്നിലെ സ്നേഹം, നിങ്ങളുടെ നിശബ്ദതയ്ക്ക് പിന്നിലെ കാരണം. നഷ്ടപ്പെട്ട സമയം തിരിച്ചു പിടിക്കാനാവില്ല, എന്നാൽ വരാനിരിക്കുന്ന സമയത്തെ നഷ്ടപ്പെടുത്താതിരിക്കാനാകും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.